സോമുവൽ ഹണ്ടിങ്ടന്റെ പരാമർശത്തെ പോലും കടത്തിവെട്ടിക്കൊണ്ട് PC ജോർജ് എന്ന് പറയുന്ന പേ പിടിച്ച മനുഷ്യൻ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മുഴുവനും തീവ്രവാദികളാണത്രേ. ഏത് ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണത്രേ. ഒരു വർഗത്തിന്റെ അവകാശത്തിന് വേണ്ടി വാദിക്കലാണ് വർഗീയതയെങ്കിൽ നമ്മൾ നമ്പർ 1 വർഗീയവാദിയാണ്. അന്യമതത്തെ വെറുപ്പോടുകൂടി കാണലാണ് വർഗീയതയെങ്കിൽ ന്യൂനപക്ഷ മുസ്ലിം സമുദായം ഒരു പൊടിനാരിടയിൽ പോലും വർഗീയവാദിയല്ല. അവസാന മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് എവിടെ സംശയിക്കുന്ന എങ്ങനെ വർഗീയതയാകുന്നത്? NSSന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് നടന്നപ്പോ ആ അവകാശത്തിൽ വെച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായ സമയത്ത് NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തിൽ ജാക്കി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട CHനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മന്ത്രി, അങ്ങാണ് ഫുൾ ടൈം ഓടി നടക്കുന്ന മന്ത്രി, അങ്ങാണിപ്പോൾ മുഖ്യമന്ത്രി പദവി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സംവരണത്തിന്റെ കാര്യത്തിൽ സാമുദായികപരമായ സംവരണമല്ല, സാമ്പത്തിക സംവരണമായിരിക്കണം. സംവരണത്തിന്റെ മാനദണ്ഡം സാമ്പത്തികമായിരിക്കണമെന്ന് അങ്ങ് ഇവ വേദി വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കണമെന്ന് CHനെ ജാക്കി വെച്ചുകൊണ്ട് NSSന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോ അതുവരെ ശാന്തനായി കേട്ട CH തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വർത്തമാനമുണ്ട്. എന്റെ സമുദായത്തിന് അവകാശപ്പെട്ട ഒരു മുടിനാരിയുടെയും അന്യ സമുദായത്തിന് ഞാൻ വിട്ടുതരില്ല. അന്യ സമുദായത്തിന്റെ ഒരു കടുമണി തൂക്കം പോലും എന്റെ സമുദായത്തിന് ആവശ്യവുമില്ല. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, സാമുദായിക സംവരണമാണ് സംവരണത്തിന്റെ മാനദണ്ഡം. പുലിക്കൂട്ടിൽ ചെന്ന് പുലിക്കുട്ടിക്കെതിരെ ഗർജിച്ച സിംഹത്തിന്റെ പേരാണ് CH മുഹമ്മദ് കോയ സാഹിബ്. എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട പെരുമുഖം കോയ മുസ്ലിയാർ നവറല്ലാഹു മറക്കദഹു ഞങ്ങൾക്കൊരു ചുരുക്കൽ സ്വഹീൽ ബുഖാരി സബക്കോതി തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എടോ രാഷ്ട്രീയത്തിൽ ഒരു വലിയുണ്ടെങ്കിൽ അത് CH ആണ്. ആലങ്കാരികമായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ തന്നിർന്ന് അടർത്തിയെടുത്തിട്ട് ഏറിൽ നിർത്താൻ ആരും വരണ്ട. CHനെ വലിയാക്കി എന്ന് പറയണ്ട. ഞാൻ എന്റെ ഉസ്താദിനെ ഹിക്കായത്ത് ചെയ്തതാണ്. രാഷ്ട്രീയത്തിൽ ഒരു വലിയുണ്ട്, അത് CH ആണ്. മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന്റെ സമുദ്ധാനത്തിന് വേണ്ടി പടവാളായി നിലകൊണ്ടുകൊണ്ട് അന്യമതത്തെ അപരമതത്തെ വെറുപ്പിക്കാതെ തന്റെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ച, മരിക്കുന്ന സമയത്ത് 8 ലക്ഷം രൂപ കടബാധ്യതയുള്ള മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. മുസ്ലിം മൈനോറിറ്റിയുടെ ശബ്ദമായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായികപരമായ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചതും പ്രവർത്തിച്ചതും ആ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ് മുസ്ലിമീങ്ങൾ പലതും നേടിയതും. അവിടെ ഒരു വർഗീയതയുടെയും ലാഞ്ചന നമ്മൾ ഉണ്ടായിട്ടില്ല. ഒരു വർഗീയതയും നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല. വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതത്തിന് ഒരു സർവകലാശാലയുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒരുപാട് ആളുകൾ ഭരിച്ചുപോയ കേരളം, ഒരുപാട് ആളുകൾ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം. ഈ കേരളത്തിൽ വേദങ്ങളുടെ ഭാഷ, ഋഗ്വേദത്തിന്റെ ഭാഷ, സോമവേദത്തിന്റെ ഭാഷ, അഥർവേദത്തിന്റെ ഭാഷ, യജുർവേദത്തിന്റെ ഭാഷ, ഉപനിഷത്തുകളുടെ ഭാഷ, സ്മൃതിയുടെയും ശ്രുതിയുടെയും മനുസ്മൃതിയുടെയും ഭാഷ സംസ്കൃതമാണെങ്കിൽ ആ സംസ്കൃതത്തിന് ഒരു സർവകലാശാല കൊടുത്ത നേതാവിന്റെ പേരാണ് ജനാബ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. വർഗീയതയാണ് മുസ്ലിമിൻ്റെത്? മുസ്ലിം എവിടെയാണ് വർഗീയത കാണിച്ചത്? മഹാന്മാരായിരിക്കുന്ന സമസ്തയുടെ ആലിമ്യങ്ങൾ പടുത്തുയർത്തിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയുള്ള സമസ്തയുടെ സാദാത്തുക്കളും ഉലമാക്കളും പടുത്തുയർത്തിയ 10,000-കണക്കിന് മദ്രസകൾ ഇന്ന് കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളുമായിട്ടുണ്ട്. ഏതെങ്കിലും പുസ്തകത്തിന്റെ ഒരു വരിയിലെങ്കിലും അപരമത വിദ്വേഷം കാണിച്ചു തരാൻ പറ്റുമോ? വർഗീയതയുടെ തരിമ്പെങ്കിലും മിസ്റ്റർ P.P. ജോർജ് ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക കൂടിയാണ്. എവിടെയാണ് ഞങ്ങൾ വർഗീയത കാണിച്ചത്? ഏത് മതത്തോടാണ് ഞങ്ങൾ വിമുഖത കാണിച്ചത്? ഇന്നും കേരള മുസൽമാന്റെ ആത്മീയ തറവാട് പാണക്കാട് കൊടപ്പനക്കൽ തറവാടാണ്. ഏത് മതവിശ്വാസിക്കും എപ്പോഴും കടന്നു വരാൻ വേണ്ടി വാതിൽ തുറന്നു വെച്ച ഗേഹത്തിന്റെ പേരാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. അവിടെ ഹൈന്ദവ സ്വാമിമാർ വരുന്നു, ക്രൈസ്തവ ആചാര്യന്മാർ വരുന്നു, മുസ്ലിം പണ്ഡിതന്മാർ വരുന്നു, മതരഹിത രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നു. എല്ലാവർക്കും വരുമ്പോ അവിടെ കാച്ചിവെക്കുന്ന ഒരു ചായയുണ്ട്. അത് ചൂടുണ്ടാവാം, ഇല്ലാതിരിക്കാം. ദാഹം മാറുക മാത്രമല്ല, ആത്മീയപരമായി നിർവൃതി അടയാൻ പോലും ഉദാത്തമായിരിക്കുന്ന അവിടെ വിളമ്പുന്ന ചായ തുല്യമായി കൊടുക്കുന്നു. സമതുലിതത്തിന്റെ, സോഷ്യലിസത്തിന്റെ, സമഭാവനയുടെ ഗേഹം അതാണ് പാണക്കാട്.
പാണക്കാട് തങ്ങന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ. സമസ്തകല ജമിയത്ത് ഉലമയുടെ സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് മുസ്ലിം ജിബ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും ഒരു തീവ്രവാദം, ഒരു വർഗീയത നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? എവിടെയെങ്കിലും മറ്റു മതക്കാരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ സയ്യിദുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? ഷെയ്ഖുൽ ജാമി പറഞ്ഞിട്ടുണ്ടോ? പാണക്കാട് തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഒരു മതത്തെയും വേദനിപ്പിച്ചിട്ടില്ല. എല്ലാ മതത്തോടും സ്നേഹമാണ്. അങ്ങനെ പ്രവർത്തിച്ച മതത്തിന്റെ മുഖത്ത് നോക്കി എങ്ങനെ മിസ്റ്റർ പി ജോർജ് നിങ്ങൾക്ക് പറയാൻ സാധിച്ചത് മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണെന്ന്? സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ മുസ്ലിമിനെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടാവണ്ട എന്ന് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോട് പറയാനുണ്ട്, കേരളം ഭരിക്കുന്ന സർക്കാരിനോട് പറയാനുണ്ട്. ഒരു സിനിമാ നടിയുടെ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു വ്യവസായിയെ നിങ്ങൾ പിടിച്ചു കൂട്ടി ജയിലിൽ അകത്ത് തള്ളിയല്ലോ. ഞങ്ങൾക്ക് തർക്കമില്ല, അത് നിങ്ങളുടെ ആവാം. പക്ഷേ ആ മനുഷ്യനോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിൽ ഒരു സിനിമാ നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ, രാജ്യത്തെ മുഴുവൻ മുസ്ലിമിന്റെയും മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിച്ച പി.സി. ജോർജിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരം വിട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി ഞങ്ങൾ പിണറായിന്റെ ഗവൺമെന്റിനോട് പറയുകയാണ്. പിടിച്ചുപൂട്ടാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? പി.സി. ജോർജിന് ചങ്ങലക്കിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പി.സി. ജോർജിന് പേ ബാധിച്ചാൽ നിങ്ങൾ ചങ്ങലക്കിടുന്നില്ലെങ്കിൽ ജനം കൈകാര്യം ചെയ്യേണ്ടി വരും. പേ ബാധിച്ചവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജനം തീരുമാനിക്കുമെന്ന് സൂചിപ്പിക്കേണ്ടി വരികയാണ്. ഇത് തീവ്രവാദത്തിന്റെ ഭാഷയല്ല, മാന്യതയുടെ പ്രതിഷേധമാണ്. ദാർഹുലയുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. വിപ്ലവാത്മകമായിരിക്കുന്ന മുന്നേറ്റം നടത്തിയ പ്രസ്ഥാനത്തിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നു, അത്തരം വർഗീയവാദികളെ കയറൂരി വിടണ്ട. അവർക്ക് നിങ്ങൾ സംഘപരിവാറിന് പാലം പണിയാനാണ് നിങ്ങളുടെ അധികാരത്തിൽ ശ്രമിക്കുന്നതെങ്കിൽ ന്യൂനപക്ഷ സമുദായം വിളിച്ചു പറയും അരുത് എന്ന്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? കിട്ടിയതിനും തോന്നിയതിനും മുഴുവനും വർഗീയതയുടെ വിഷവിത്തുകളെ വളർത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ സംവിധാനം, ന്യൂനപക്ഷ വിരുദ്ധത ആവോളം എത്ര പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം ജയരാജന്മാർ ഇന്ന് പ്രസംഗിച്ചും എഴുതിയും കൊണ്ട് നിൽക്കുമ്പോ ഞങ്ങളൊരു കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ, അധികാരം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടിയതല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നവരാ നിങ്ങൾ. അതുകൊണ്ട് വർഗീയവാദിയെ ചങ്ങലക്കേട്, പേ ബാധിച്ച ഭ്രാന്ത് ബാധിച്ചവനെ ചങ്ങലക്കേട് എന്നുകൂടി നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ക്ഷമയുണ്ട്, ക്ഷമയുടെ നെല്ലിപ്പടി വരെ മുസ്ലിം ഇന്ത്യ പോകും. എന്തുകൊണ്ട്? വർഗീയതയിൽ ലഹള ഉണ്ടാവരുത്. സംഘപരിവാറിന്റെ ഒരവസരത്തിലും ഇവിടെ ആയുധങ്ങൾ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകും. പക്ഷേ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് വീണ്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്നാണെങ്കിൽ പി.സി. ജോർജിനെ ചങ്ങലക്കിടാൻ മുസ്ലിം ഇന്ത്യ തയ്യാറാകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ വികാരമാണ്. ഇവിടെ ഞങ്ങൾക്ക് അവാന്തര വ്യത്യാസങ്ങൾ ഒരു സമുദായത്തിനുമില്ല. ഇത് മുസ്ലിമിന്റെ മാത്രമല്ല ശബ്ദമാണ്. രാജ്യം മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാനായിരിക്കുന്ന കോന്തു നായരുടെയും പ്രിയപ്പെട്ട മമ്പറം സയ്യിദ് അലവി തങ്ങളുടെയും പാദസ്പർശം കൊണ്ട് പുളമകിതമായ ഈ മണ്ണിന്റെ ശബ്ദമാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇത്തരം വർഗീയവാദികളെ ചങ്ങലക്കിടുക തന്നെ വേണം. മുസ്ലിമുകൾ ഏകോദര സഹോദരങ്ങളാണ്. ഹിന്ദു സമുദായവുമായിക്കൊണ്ട് ആർ ശങ്കറും പട്ടന്താണ് പിള്ളയും ബാപ്പകിട്ടങ്ങളും തോളോട് തോളുരുമി കൊണ്ട് കെട്ടിപ്പടുത്ത മതസൗഹാർദ്ദം, മമ്പറം തങ്ങളുടെ പരിസരം, സൗഹൃദത്തിന്റെ കേളിഗേഹം മുഴങ്ങപ്പെട്ട ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്നും സൗഹൃദത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിലപ്പുറത്ത് വർഗീയവാദം താലോലിക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ, വർഗീയവാദികളെ കയറൂരി വിടാനാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ, വർഗീയവാദികൾക്ക് പാലം പണിയാനും അവർക്ക് സകലമാന സൗഹൃദങ്ങളും സകലമാന ഒത്താശകളും ചെയ്തു കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ, തെരഞ്ഞെടുപ്പല്ല, പ്രതിഷേധത്തിന്റെ തീജ്വാലയിൽ കത്തിയെരിയാവുന്നതേയുള്ളൂ നിങ്ങളുടെ ഭരണത്തിന്റെ ചെങ്കോൽ എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രബുദ്ധരാവുക, നമ്മൾ സജ്ജരാവുക. നമ്മുടെ അജണ്ട നിർണയിക്കേണ്ടത് മറ്റു ആളുകളാവാൻ പാടില്ല. എല്ലാവിധ വൈതരണികളെയും ശിഥിലീകരണങ്ങളെയും ചെറുക്കാനുള്ള സംഘശക്തി നമുക്കുണ്ടാവണം. അഭിമാനകരമായ മുന്നേറ്റമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇൻഷാ അല്ലാഹ് അതിന്റെ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും ചേർത്ത് വായിക്കേണ്ടതുമാണ്.
അതിനെല്ലാം പരിഹാരം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാ നിർണയിച്ചു തരുമെന്ന വിശ്വാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്.